സാധാരണ നമ്മളൊരു പൊതു കാഴ്ചപ്പാട് വളരെ ഉയർന്ന നിലവാരമുള്ള CBSE സ്കൂളുകളിൽ ആണ് ഇംഗ്ലീഷ് ഇത്രയധികം അറിവ് നേടാൻ കഴിയുക എന്നുള്ളതാണ്. പക്ഷെ രണ്ട് മക്കളും വളരെ കൃത്യമായി നല്ല ഭാഷാശുദ്ധിയോടുകൂടി രണ്ട് പ്രഭാഷണങ്ങൾ നടത്താം. ആ രണ്ട് മക്കളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അത് അധ്യാപകർ നടത്തുന്ന ഒരു പരിശീലനം, ഒരു ആത്മാർത്ഥത, ആ വിദ്യാർത്ഥികളോട് അധ്യാപകർക്കുള്ള പ്രതിബദ്ധത, ഒപ്പം ഇതിന്റെ മാനേജ്മെന്റ് സംസ്ഥാനമെമ്പാടും പിന്നെ മാനേജ്മെന്റ് നടത്തുന്ന ഒരു പരിശ്രമമാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭാരതത്തിന്റെ വിദ്യാഭ്യാസ രീതിക്കുള്ള പ്രത്യേകതയാണ് ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് ചില മൂല്യങ്ങൾ ഉണ്ടാവണം. ആ മൂല്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്തും ആ മൂല്യങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനം നടക്കാറില്ല. ഏറെ പരിമിതികളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ, സാമ്പത്തികപരമായ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഒരുപിടി ആൾക്കാർ കാണിക്കുന്ന ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുള്ള താല്പര്യം അത്രയും എനിക്ക് തോന്നുന്നില്ല. ലോക പരിസ്ഥിതിയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിലേക്ക് 70കളിൽ ലോകം മാറി? ഭാരതം അവിടെയും വേറൊരു ചിത്രമാണ്. നമ്മള് ആൽമരങ്ങൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. ആൽമര ചുവട്ടിൽ ഇരിക്കുന്ന ഒരു കഥ നമുക്കുണ്ട്. എന്തുകൊണ്ട് ആൽമരവും അങ്ങനെയുള്ള വൃക്ഷങ്ങളും അതിന്റെ പ്രാധാന്യം നടണമെന്നൊക്കെ നമ്മുടെ ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.